ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന സമയമാണ്. കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ വിശ്വാസം നമുക്ക് ഏറ്റെടുക്കാം. യെസ്, എൻ്റെ ഉള്ളിൽ കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, 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 എൻ്റെ ശരീരത്തെ, എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശയ്യായുടെ പ്രവചനം 49 അധ്യായം 15, 16 തിരുവചനം. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറയ്ക്കാനാകുമോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവേ, കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാൽ എന്റെ ഉള്ളിൽ അത്ഭുതകരമായ ദൈവസ്നേഹം നിറയണമേ. ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. ഓരോ വ്യക്തിയും ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് വിശ്വസിക്കണം, നമ്മുടെ ജീവൻ അമൂല്യമാണ്. ദൈവം നമ്മളെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നിയോഗമുണ്ട്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ദമ്പതികൾ ഈ ശുശ്രൂഷ സമയത്ത് വിശ്വസിക്കുക. ഭാര്യമാരെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് കർത്താവ് ഒരു ദൗത്യം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചില തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട്. നിന്നിലൂടെ ചില കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. ഭർത്താക്കന്മാരെ വിശ്വസിക്കുക. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിനക്കൊരു ദൗത്യമുണ്ട്. നിന്റെ ജീവിതം കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. പഠിക്കുന്ന മക്കളെ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ ഒരു സമ്മാനമാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഓരോ വ്യക്തിയും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇത് വിശ്വസിക്കുക. എന്നെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഇതെൻ്റെ ചിന്തയല്ല, എൻ്റെ ബുദ്ധിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. ദൂരദേശങ്ങളിൽ ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ വിശ്വസിക്കുക. ദൈവം എന്നെ തിരഞ്ഞെടുത്തു, ഇന്ന ദേശത്തെത്തിച്ചു, ഇവിടെ ആയിരിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. ഓ ദൈവമേ, ഈ തിരഞ്ഞെടുപ്പിനെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഓരോ വ്യക്തിയും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നീ കടന്നു പോകുന്ന അവസ്ഥ എന്താണോ അത് സമർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നാവ് തുറന്ന് ഹൃദയത്തെ തുറന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയമാണ്. നിന്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും വിശുദ്ധീകരിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് എത്രത്തോളം സ്വരമുയർത്തി നിനക്ക് സ്തുതിക്കാമോ അത്രത്തോളം സ്വരമുയർത്തി സ്തുതിച്ചേ. യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചൊരിയട്ടെ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടുത്തുന്നു. ശരീരത്തിലേക്ക് കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. നിന്റെ മനസ്സിന്റെ ചിന്തകളിലേക്ക് വെളിപ്പെടട്ടെ. നിന്റെ ആലോചനകളിലേക്ക് വെളിപ്പെടട്ടെ. നിന്റെ തീരുമാനങ്ങളിലേക്ക് വെളിപ്പെടട്ടെ. നിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വെളിപ്പെടട്ടെ. ഓ കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവമേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നിന്റെ നിരാശ ദൈവം അനുഗ്രഹമായിട്ട് മാറും. നിന്റെ കണ്ണുനീര് കർത്താവ് സൗഖ്യമാക്കി മാറ്റും.
നിന്റെ ഓർത്തോർത്തുള്ള ദുഃഖം കർത്താവ് ഒരു ആനന്ദമാക്കി മാറ്റും. നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. അഗ്നിയായി ഇറങ്ങണമേ. ആമേൻ. ശക്തിയായി വെളിപ്പെടണേ. ആഗ്രഹിക്കട്ടെ. ആമേൻ. അഗ്നിയായി ഇറങ്ങണമേ. ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ആത്മശക്തിയായി ഒഴുകണമേ. ആത്മാവിൻ തീയെ സ്വർഗീയ തീയെ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. പഠിക്കേ. ആത്മാവിൻ തീയെ സ്വർഗീയ തീയെ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം. ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. ആമേൻ. സംഭവിക്കട്ടെ. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം. ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശുവേ. നിനക്കായിട്ടല്ലോ ഈ ജീവിതം യേശുവേ. രണ്ട് കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. അഗ്നിയായി ഇറങ്ങണമേ. ശക്തിയോടെ ശക്തിയായി വെളിപ്പെടണേ. ആമേൻ. ഇറങ്ങണമേ. സംഭവിക്കട്ടെ കർത്താവേ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് വെളിപ്പെടട്ടെ. രോഗപീഠങ്ങൾ കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ശാരീരിക രോഗപീഠകളിലും അധികാരമുള്ള കർത്താവേ ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കണമേ. മനസ്സിന്റെ ഭാരം കർത്താവ് മാറ്റട്ടെ. ആത്മീയ തകർച്ചകൾ കർത്താവ് മാറ്റട്ടെ. സാമ്പത്തിക തകർച്ചകൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ഓരോ വ്യക്തിയുടെ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേൽ ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. യേശുവേ, രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നാവ് തുറന്ന് വിളിക്കുന്നു. നീ ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അത്ഭുതകരമായ ശക്തി ഞങ്ങളിൽ വെളിപ്പെടട്ടെ. തടസ്സങ്ങളെല്ലാം കർത്താവ് എടുത്ത് മാറ്റട്ടെ. ദൈവശക്തി ഞങ്ങൾ വെളിപ്പെടണമേ. ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ മേഖലകളാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പഠിക്കുന്നത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള ഞെരുക്കങ്ങളും പ്രതിസന്ധികളും നമുക്കെല്ലാവർക്കും ഉണ്ട്. സത്യമല്ലേ? യെസ്. പലതരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മുടെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതും ചെയ്യണമെന്നുണ്ട്, പക്ഷേ കയ്യിലൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞതുപോലെ, അച്ഛാ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, കയ്യിൽ 5 പൈസ ഇല്ല, കയ്യിൽ 5 പൈസ ഇല്ല, എന്ത് ചെയ്യും? ഇതൊരു വ്യക്തിയുടെ മാത്രമല്ല, അനേകരുടെ വലിയൊരു ഭാരമാണ്. കയ്യിലൊന്നുമില്ല, എന്ത് ചെയ്യും? ഇനി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരിയേ ഉള്ളൂ, ഇതുകൊണ്ടൊന്നും തികയത്തുമില്ല. മൊത്തത്തിലൊരു ഞെരുക്കം, മൊത്തത്തിൽ വലിയൊരു ഭാരം. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഇപ്രകാരം
ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വചനഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് ഒരു സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആ സ്ഥലം വാങ്ങാൻ പറ്റിയ അത്രയും തുക കയ്യിലില്ല, പക്ഷെ ഇച്ചിരി കയ്യിലുണ്ട്. ഒട്ടും ഇല്ലാതെ ഇല്ല, ഇച്ചിരി കയ്യിലുണ്ട്. ഇതുകൊണ്ട് അത് വാങ്ങാൻ പറ്റുന്നില്ല, പക്ഷെ അത് വാങ്ങാൻ ആഗ്രഹം. ഒരു വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഈ വീട് സ്വപ്നത്തിലുള്ള പ്രതീക്ഷയിലുള്ള അത്രയും വലിയൊരു വീട് വാങ്ങാനായിട്ട് പറ്റുന്നില്ല, ആ വീട് പണിയാനായിട്ട് പറ്റുന്നില്ല. കാരണം കയ്യിലുള്ളത് ഇച്ചിരിയേ ഉള്ളൂ, നമ്മുടെ വരുമാനം ഇച്ചിരിയേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യും? ഒരു വണ്ടി മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വണ്ടിക്ക് ഇത്രയും പണം ചെലവാകും, കയ്യിലുള്ളത് ഇച്ചിരിയേ ഉള്ളൂ. എന്ത് ചെയ്യും? പഠിക്കുന്ന കുട്ടികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ. പഠിച്ചു തീർക്കാൻ ഒത്തിരി ഉണ്ട്, പക്ഷേ നമ്മുടെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യും? വലിയ ഭാരമാണ്. പല വിധങ്ങളിൽ ഇപ്രകാരം ഞെരുങ്ങുന്ന നമ്മുടെ മുമ്പിൽ വിശുദ്ധ മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കാൻ ഈശോ തന്നെ ചില ആത്മീയ പാഠങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുകയാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു പ്രബോധനമാണ് നമ്മൾ പക്ഷെ ഇന്ന് സ്വീകരിക്കുന്ന നമ്മുടെ അനുദിന ജീവിതത്തിൽ. ഈശോയുടെ ഈ ഒരു മെത്തഡോളജി, അതായത് ജീവിതത്തിൽ തൻ്റെ കുറവുകൾക്ക് മുമ്പിൽ എങ്ങനെയാണ് അത്ഭുതം സ്വീകരിക്കുന്നതെന്നുള്ള ഒരു മെത്തേഡ് പ്രായോഗികമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയതാണ്. അത് നമുക്കൊന്ന് വായിക്കാൻ പഠിക്കാം. അത് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം. 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗമുണ്ട്. ചാപ്റ്റർ 6, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 6, അതിൻ്റെ 30-ാം വചനം തൊട്ട് നമ്മൾ കാണുന്നത് അപ്പം വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പം വർദ്ധിപ്പിച്ച രീതി നമ്മളൊന്ന് പഠിക്കുകയാണ്. ഓക്കെ, അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം നിറഞ്ഞ രീതി. ഇതെന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ അനിവാര്യമാണ്, ദൈവിക ഇടപെടലുകൾ അനിവാര്യമാണ്. എങ്ങനെയാണ് ഈ അത്ഭുതം, ഈ അടയാളം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്? 6-ാം അധ്യായം അതിൻ്റെ 41-ാം തിരുവചനം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 41. ഈശോയുടെ കയ്യിലേക്ക് 5 അപ്പം കിട്ടി. മുമ്പിൽ 10,000-കണക്കിന് മനുഷ്യരിയ്ക്കുവാണ്. വചനം വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. 5000 പുരുഷന്മാർ, 5000 മെൻ, പുരുഷന്മാർ 5000. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ അതിലും കൂടുതലാണോ കുറവാണോ? കൂടുതൽ. അതിൻ്റെ 4 ഇരട്ടി ഉണ്ടാവും. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കൺവെൻഷനുകൾക്കും ശുശ്രൂഷകൾക്കും വരുന്നത് പുരുഷന്മാരാണോ സ്ത്രീകളാണോ കൂടുതൽ? സ്ത്രീകളാണ്. പ്രത്യേകിച്ച് ശുശ്രൂഷ കാര്യങ്ങളിൽ ബൈബിൾ വായിച്ചു പോകുമ്പോഴത്തേക്ക് ഈശോയുടെ ശിഷ്യഗണത്തിലും അതോടൊപ്പം തന്നെ ഈശോയുടെ കൂടെ യാത്ര ചെയ്യാൻ ഒത്തിരി സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിശ്ചയമായിട്ടും ഒരു കാര്യം നമുക്ക് അനുമാനിക്കാം, യേശുവിൻ്റെ കൂടെ അന്നത്തെ പ്രബോധനത്തിൽ പുരുഷന്മാരെക്കാൾ വലിയ സംഖ്യയായിരുന്നു സ്ത്രീകൾ. ഇനി കുട്ടികളുടെ എണ്ണമൊന്നും പറഞ്ഞിട്ടില്ല, അത് വേറെ. അപ്പോൾ വചനം പറയാണ് 5000-ഓളം പുരുഷന്മാർ തന്നെയുണ്ട്. മുമ്പിലിരിക്കുന്ന 5000 പുരുഷന്മാർ, അതിൻ്റെ ഇരട്ടി സ്ത്രീകളെ നമ്മൾ മനസ്സിൽ കണ്ടോണം. എന്ന് പറഞ്ഞാൽ ഒരു 10,000 സ്ത്രീകൾ, മൊത്തത്തിൽ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂട്ടി ഒരു 5000 വേണം വെച്ചോ, അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു 20,000-ഓളം ജനത ദേ മുമ്പിലുണ്ട്. ഈശോയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്താണ്? 5 അപ്പം. എത്ര അപ്പം? 5 അപ്പം, അല്ലേ? നമുക്കൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് പോലും തികയല. 5 അപ്പം ഈശോയുടെ കയ്യിലുണ്ട്. മുമ്പിലിരിക്കുന്നത് 10,000-20,000 ആളുകൾ. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഈശോ 5 അപ്പം എടുത്തു, 5000-കൾക്കും 10,000-കൾക്കും 20,000 പേർക്ക് കൊടുത്തു. ഇതും എൻ്റെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിന്റെ കയ്യിൽ ഇച്ചിരി ഉണ്ട്, പക്ഷെ നേടാനുള്ളത് കുറെ. എന്തു ചെയ്യും? ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്, എന്തു ചെയ്യും? ഇതാ വചനം കൃത്യമായിട്ടൊരു കാര്യം പഠിപ്പിക്കുകയാണ്. ഈശോയുടെ ഒരു മെത്തഡോളജി ഉണ്ട്. ഈ കുഞ്ഞു കാര്യത്തെ ഒരത്ഭുതമാക്കി മാറ്റിയ, 5 അപ്പത്തെ 20,000 പേർക്ക് ഭക്ഷണമാക്കി മാറ്റിയ ഒരു മെത്തഡോളജി പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അത്ഭുതം സംഭവിക്കും. അതിന് എന്ത് വേണം? യേശുവിൻ്റെ ഈ അത്ഭുതത്തിൻ്റെ മെത്തഡോളജി നമ്മളൊന്ന് പഠിക്കുവാണ്. എടുത്ത് വായിക്കാം. മർക്കോസ് വിശേഷം 6-ാം അധ്യായം അതിൻ്റെ 41-ാം തിരുവചനം. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. 42-ാം വചനം വായിച്ചേ. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന അപ്പക്കഷണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പറയുന്നത് ഈ അപ്പം അവർക്ക് തികഞ്ഞു എന്നല്ല, കഷ്ടിച്ച് തികഞ്ഞു എന്നാണോ? അല്ല 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 മറിച്ച് വചനം പറയാണ് അവർക്കെല്ലാവർക്കും തൃപ്തിയാവുവോളം അവർ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മിച്ചം 12 കുട്ട മാറ്റി വെച്ചു. മിച്ചം 12 കുട്ട എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അത് സമൃദ്ധിയാണ്. 12 കുട്ടയെ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളൊക്കെ ആയിട്ട് വ്യാഖ്യാനിക്കുന്ന പല മേഖലകളുണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ടീച്ചിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വശത്ത് നമ്മൾ നിർത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വചനഭാഗം നമുക്ക് നൽകുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു മെത്തഡോളജി ഉണ്ട്. എന്തിനുള്ളതാണ്? നിന്റെ ജീവിതത്തിലെ കുറവുകളെ സമൃദ്ധമായി അനുഭവിക്കുന്നതിനുള്ള ഒരു പ്രായോഗിക പരിശീലനം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈശോ എന്ത് ചെയ്തു? അപ്പം കയ്യിലെടുത്തപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈശോ ചെയ്ത 1 2 3 4 അങ്ങനെ ചില സ്റ്റെപ്പുകളുണ്ട്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഈശോ എന്ത് ചെയ്തു? വചനം വായിക്കാൻ 41-ാം വചനം ശ്രദ്ധിച്ചു വായിച്ചേ. അവൻ 5 അപ്പവും 2 മീനും എടുത്തു. ഇങ്ങോട്ട് നോക്കിക്കേ. എടുത്തു പറഞ്ഞേ. എടുത്തു. കയ്യിൽ ബൈബിൾ ഒന്നും ഇല്ലാത്തവര് 2 കയ്യിലും 5 അപ്പവും 2 മീനും ഒന്ന് എടുത്ത് പിടിച്ചോ. എടുത്ത് പിടിച്ചോ. ഇത് പഠിക്കാൻ പോവാ കേട്ടോ. എടുത്ത് പിടിച്ചോളൂ കേട്ടോ. ഒത്തിരി നീട്ടിപ്പിടിക്കരുത്. അതിന് മാത്രം ഒന്നുമില്ല. ആകെപ്പാട് ഇച്ചിരിയേ ഉള്ളൂ. ഇച്ചിരിയേ ഉള്ളൂ. 5 അപ്പം 2 മീൻ എടുത്ത് പിടിച്ചോ. അപ്പൊ അവൻ എടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പാണ് എടുത്തു കേട്ടോ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത് എന്താണോ ആ നമ്മൾ എടുക്കണം. എന്നിട്ട് അടുത്ത കാര്യം എന്താണ്? അവൻ എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി. ഇത് കയ്യിലെടുത്തിട്ട് എങ്ങോട്ട് നോക്കി? സ്വർഗത്തിലേക്ക് നോക്കി. സ്വർഗത്തിലേക്ക് നോക്കി. സാധാരണഗതിയിൽ നമ്മൾ എങ്ങോട്ടാ നോക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള ഇച്ചിരി അല്ലേ? നമ്മുടെ മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 10,000 പേര് ദൈവമേ തല കറങ്ങുന്നു. ആൾക്കൂട്ടത്തിലേക്ക് നോക്കിയിട്ട് തല കറങ്ങുന്നു. കാരണം ഇത് അവർക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് എന്താവാനാണ്? കൈ താത്തല്ലേ, പോരുത്. എടുത്ത് പിടിച്ചിരിക്കുന്നു. ഇത് പിടിച്ചത് എങ്ങോട്ട് നോക്കണം? സ്വർഗത്തിലേക്ക് നോക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നയാളിലേക്ക് നോക്കണം. ഈ നോട്ടം പ്രധാനപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കരുത്. നമ്മുടെ ഒരു സ്വഭാവം എന്നാ? അയ്യോ ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? സ്ഥലം വാങ്ങാൻ ആഗ്രഹമുണ്ട്. ആ സ്ഥലത്തിന് ഇത്ര രൂപയെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇത്രയല്ലേ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് നോക്കരുതെന്ന്. ഇത് തന്നയാളുണ്ട്. സ്വർഗത്തിലേക്ക് നോക്കണം. എന്നിട്ട് ബൈബിൾ വചനം പറയുന്നത് എന്തെന്നറിയോ? സ്വർഗത്തിലേക്ക് നോക്കി. 3-ാമത്തെ കാര്യം കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഈശോ എന്ത് ചെയ്തെന്നറിയോ? ഇത് തന്ന ദൈവത്തിന്, പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞു. കൃതജ്ഞതാ സ്തോത്രം, നന്ദി പറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദി പറഞ്ഞു. അടുത്ത വചനം എന്താണെന്നറിയാവോ? നന്ദി പറഞ്ഞ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം മുറിച്ചു പറഞ്ഞേ. അപ്പം മുറിച്ചു പറഞ്ഞേ. മുറിച്ച് എന്നിട്ട് വിളമ്പാനായിട്ട് കൊടുത്തു. ഹല്ലേലൂയാ. അപ്പൊ ഇതിന് 1 2 3 4 ചില സ്റ്റെപ്പുകളുണ്ട്. ആദ്യം എന്ത് ചെയ്യണം? അപ്പം എടുക്കണം. രണ്ടാമത്തത് മുറിക്കാൻ പോവാണ്. ഇതാണ് കുഴപ്പം. മുറിക്കരുത്. അപ്പം എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം?
സ്വർഗത്തിലേക്ക് നോക്കണം. രണ്ടാമത്തെ കാര്യം സ്വർഗത്തിലേക്ക് നോക്കണം. മൂന്നാമത്തെ കാര്യം കൃതജ്ഞതാ സ്തോത്രം. നന്ദി ദൈവമേ, ഇത് തന്നല്ലോ ദൈവമേ, നന്ദി പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം? മുറിക്കണം, വിളമ്പണം. ഹല്ലേലൂയ. എടുക്കണം, സ്വർഗത്തിലേക്ക് നോക്കണം, നന്ദി പറയണം, മുറിക്കണം, വിളമ്പണം. എടുക്കണം, പറ എടുക്കണം, സ്വർഗത്തിലേക്ക്. മുറിക്കരുതെന്ന്, എടുത്ത ഉടനെ മുറിക്കരുത്. ഇതാണ് നമ്മുടെ സ്വഭാവം പറഞ്ഞു. ഈശോ പറയണം അതിൻ്റെ ഇടയ്ക്കൊരു കാര്യമുണ്ട്. എടുക്കണം, സ്വർഗത്തിലേക്ക് നോക്കണം, നന്ദി പറയണം. നമുക്കില്ലാത്ത സ്വഭാവമാണ്. നന്ദി പറയണം. എന്തിനെ ഓർത്ത് നന്ദി പറയണം? ഇത്രേ ഉള്ളൂ. ഈ ഉള്ളതിനെ ഓർത്ത് നന്ദി പറയണം. എന്നിട്ട് മുറിക്കണം, വിളമ്പണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു മെത്തഡോളജിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആരാധനയുടെ സമയത്ത് ഇതാ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും, എല്ലാ ബലഹീനതകളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ കണ്ണുനീരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഞങ്ങൾ നേടിയിട്ടില്ല. കർത്താവെ, അങ്ങ് തരാതെ ഞങ്ങൾക്കൊന്നുമില്ല. അങ്ങ് നൽകാതെ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ പാപങ്ങൾ മാത്രമാണ്. കർത്താവെ, ഇതാ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് സമർപ്പിക്കുക. നിങ്ങളുടെ വീട്, നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് സമർപ്പിക്കുക. നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും മുഖം മനസ്സിൽ കണ്ട് സമർപ്പിക്കുക. നിങ്ങളുടെ പേരൻസ്, ഒരുപക്ഷെ മാതാപിതാക്കൾ മരിച്ചുപോയെങ്കിൽ ആ മരിച്ചുപോയവരുടെ ആത്മശാന്തി തീർന്നുകൊണ്ട് അവരുടെ മുഖം മനസ്സിൽ കണ്ട് നീ പ്രാർത്ഥിക്കുക. അവരെ ഓർത്ത് നന്ദി പറയുക. ഒരു പക്ഷേ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമുള്ള അനേകരുണ്ട്. എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെ പെരുമാറി, അമ്മ ഇങ്ങനെ പെരുമാറി എന്നിങ്ങനെ ഭാരപ്പെടുത്തുന്ന അനേക ഓർമ്മകൾ നിന്റെ ഉള്ളിലുണ്ടാവും. അതെല്ലാം ഇപ്പോൾ ഈശോയുടെ മുമ്പിൽ കൊടുക്കുക. കാരണം ഈ ഭൂമിയിൽ നിനക്ക് ജന്മം നൽകാൻ സ്വർഗം തന്ന സമ്മാനമാണ് നിന്റെ അപ്പനും അമ്മയും. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ ഇന്നോളമുള്ള ഓരോ ജീവിത വഴികളിൽ നീ അനുഭവിച്ച, കണ്ടതും കേട്ടതുമായ ഓരോ അനുഭവങ്ങൾ സമർപ്പിക്കുക. നിന്റെ വീട്ടിലുള്ള നിന്റെ സഹോദരങ്ങളെ ഓർക്കുക. നിന്റെ ചേട്ടനോ ചേച്ചിയോ അനുജനോ അനുജത്തിയോ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരെയും ഓർക്കുക. ഒരുപക്ഷെ നിന്റെ ഉള്ളിൽ നിനക്ക് സങ്കടമുണ്ടോ? മറ്റ് സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന നിനക്ക് കിട്ടുന്നില്ല എന്നൊരു സങ്കടം നിന്റെ ഉള്ളിലുണ്ടോ? ഞാൻ എല്ലാ കാര്യത്തിലും അവഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു ഭാരമുണ്ടോ? ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിൽ എന്തിനെ ഓർത്തുകൊണ്ടാണ് നിന്റെ ഞെരുക്കം, അസ്വസ്ഥത? ആ മേഖല ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവെ, ഇന്ന് ഞാനായിരിക്കുന്ന അവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ ജീവിതത്തിൽ ആഗ്രഹിച്ചതുപോലെ പലതും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ആഗ്രഹിച്ചതുപോലെയുള്ളൊരു പഠനം സാധ്യമായില്ല. ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജോലി, ഒരു പ്രൊഫഷൻ കിട്ടിയില്ല. സങ്കടമുള്ളിലുണ്ടാവും. ആ സങ്കടങ്ങളെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
എന്താണോ കുറവ്, ആ കുറവിനെ സമർപ്പിക്കുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് വിവാഹിതരായവരെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിന്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്താണ്? കുറേയധികം കുറവുകൾ. ഈ വ്യക്തി ഇങ്ങനത്തെ ഒരാളായിപ്പോയല്ലോ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ ഈ വ്യക്തി പെരുമാറുന്നത്, ഈ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെയാണല്ലോ, എനിക്ക് അബദ്ധം പറ്റിയല്ലോ, ഇതൊരു തെറ്റായ തീരുമാനമായിരുന്നോ എന്നിങ്ങനെ പലതരത്തിലുള്ള കുറവുകളുടെ ചിന്ത നിന്റെ തലയ്ക്കകത്ത് വരാം. എന്നാൽ ഈ ശുശ്രൂഷ സമയം ഇതാ ഈശോ ആഗ്രഹിക്കുന്നു, നിന്റെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിന്റെ കയ്യിൽ വെച്ചു തന്നതാണെങ്കിൽ ദൈവത്തിന് നിശ്ചയമായിട്ടും ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ ഓർത്ത് കരയുന്ന വിഷമിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ, നിങ്ങളുടെ മകനെയും മകളെയും ഈ അൾത്താരിൽ സമർപ്പിക്കുക. നിങ്ങൾ എവിടെ നിന്നാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിലും എൻ്റെ പ്രിയരെ, നിങ്ങൾ വിശ്വസിച്ചാൽ നിന്നിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടും. ഇത് പരിശുദ്ധ അൾത്താര നൽകുന്ന ഉറപ്പാണ്, വാഗ്ദാനമാണ്. നിന്റെ മകനെയും മകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. മകൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, മകളുടെ കൂട്ടുകെട്ട് ശരിയല്ല, അവരുടെ സ്വഭാവ രീതികൾ ഇങ്ങനെയാണ് എന്നിങ്ങനെ പല കാരണങ്ങളും പല കുറവുകളും നിന്റെ തലയിൽ തെളിഞ്ഞു വരും. അതെന്താണോ അത് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ ഭാവിയെ ഓർത്തുകൊണ്ടുള്ള ഉത്കണ്ഠകൾ ഉണ്ടാവും. എൻ്റെ മകൻ ഇങ്ങനെയാണ്, മകൾ ഇങ്ങനെയാണ്, ആ ഉത്കണ്ഠകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ മക്കൾ പോയി അവിടെ അവർക്ക് പഠനകാര്യങ്ങൾ ശരിയായില്ല, അവരുടെ ജോലിക്കാര്യങ്ങൾ, ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടുന്നില്ല, താമസ സൗകര്യം ശരിയായിട്ടില്ല, അവർക്ക് ബന്ധങ്ങൾ ശരിയാവുന്നില്ല, അവർക്കവിടെ വലിയ ഞെരുക്കങ്ങളാണ്, അവർക്കവിടെ ഭാഷയുടെ പ്രശ്നം, കാലാവസ്ഥയുടെ പ്രശ്നം, അവർക്ക് ജീവിത രീതികളെല്ലാം വ്യത്യസ്തം, പല ഞെരുക്കങ്ങളുണ്ടാവും. ആ ഞെരുക്കം എന്താണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവർ, ദൂരങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇതാ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്താണോ അവസ്ഥ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ ഓരോ കുറവുകൾ സമർപ്പിക്കുക. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളുണ്ടാവും, നിന്റെ കുറവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വീട് പണിയാൻ ആഗ്രഹിച്ചിട്ടത് പൂർത്തിയാക്കാൻ പറ്റാത്തവര്, വാടക വീട്ടിൽ എന്നും ജീവിതം കഴിയേണ്ടി വരുമോ എന്ന് ഭാരപ്പെടുന്നവരുണ്ട്, ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പഠനകാര്യങ്ങളിൽ മക്കൾ വിചാരിക്കുന്നതല്ലോ പഠിക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ട്, ആ കുറവുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സാമ്പത്തിക മേഖലയിലെ ഞെരുക്കം നിങ്ങളുടെ ഉള്ളിലുണ്ട്, ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആത്മീയമായിട്ട് വളരാനായിട്ട് കിട്ടുന്ന സമയം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഞെരുക്കമുണ്ട്, ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതാ നിന്റെ എല്ലാ കുറവുകളും സമർപ്പിക്കുക. ശാരീരിക രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ, എന്താണോ നിന്റെ രോഗം അത് ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഈ രോഗത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടാവും, നിന്റെ ഈ രോഗം നിന്റെ മരണത്തിന് കാരണമാകും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ നീ മരുന്ന് കഴിക്കേണ്ടി വരും. എന്തു തന്നെയാണെങ്കിലും ആ രോഗപീഠ ഈശോയ്ക്ക് കൊടുക്കുക. കാരണം ഈ കുറവിനെ അത്ഭുതമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. വിശ്വസിക്കുക. മാനസിക പിരിമുറുക്കങ്ങൾ, ഉത്തരം കിട്ടാത്ത ജീവിതത്തിലെ പല ചോദ്യങ്ങളും, പല മേഖലകൾ എന്തു തന്നെയാണെങ്കിലും അതെല്ലാം സമർപ്പിക്കുക. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നേരെ ഉയർത്തിപ്പിടിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നമ്മുടെ കുറവുകളാണ്. 5 അപ്പം എടുത്ത് ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ മനസ്സിൽ തെളിയട്ടെ. ഇതാ കർത്താവേ, ഞാൻ ഉയർത്തിയിരിക്കുന്ന എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളും, കർത്താവേ ഇതൊരു അനുഗ്രഹമാക്കി മാറ്റണമേ, ഇതൊരു അനുഗ്രഹമാക്കി മാറ്റണമേ. രണ്ട് കരങ്ങളിലും ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവമേ, അത്ഭുതകരമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിത വഴികളിൽ സംഭവിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അത് അനുഭവിക്കാൻ ഇടവരട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. Praise the Lord. Hallelujah. നമ്മൾ സമർപ്പിച്ചു എന്നുള്ളതിന്റെ അടയാളം പോലെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമ്മളെ സ്വയം ആശീർവദിക്കുക.